ഹലോ വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിംഗ്ലാൻ ഗ്രൂപ്പിൻ്റെ പണം ദൂർത്തടിക്കുന്ന രണ്ടാനമ്മയുമായി വഴക്കിടുന്ന ഹാങ്സിങ്ങിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ. അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഡ്രാമാസിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ തുടങ്ങിയാലോ. ഹേ ഫാമിലിയുമായി എൻഗേജ്ഡ് ആയ ഹാങ്സിങ് വഴി കമ്പനിയെ വീണ്ടെടുക്കാൻ പാരൻസ് പറയുന്നത് ഹാങ്സിങ്ങിന് ഇഷ്ടമാകുന്നില്ല. മിസ്റ്റർ കാങ്ങിൻ്റെ റിസോർട്ട് ബിസിനസ് സൈൻ ചെയ്യിക്കാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ഹേച്ചൻ്റെ കൂടെ സോങ്ങും റിസോർട്ടിലേക്ക് പോകുന്നു. എല്ലാം മനപാഠമാക്കിയാണ് ഹേച്ചൻ പോകുന്നത്. സിംഗ്ലാൻ ബിസിനസ്സിന് ഫണ്ട് കൊടുത്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഹെഷാൻ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് ഹാങ്സിങ് അറിയുന്നു. മിസ്റ്റർ കാങ് ഹേച്ചൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. വൈൻ ടെസ്റ്റിന് കാങ് ഹേച്ചനെ നിർബന്ധിച്ചെങ്കിലും സോങ് ഇടപെട്ട് അത് ഒഴിവാക്കുന്നു. ശേഷം ചായ കുടിച്ച് കൈ കൊടുക്കുന്നു. തിരികെ വീട്ടിലെത്തി ഹേച്ചൻ മദ്യപിക്കുമ്പോൾ സോങ് വരുന്നു. ഒറിജിനൽ ഹേച്ചൻ കിടിലൻ വൈൻ ടേസ്റ്റർ ആയിരുന്നു. എന്നാൽ ആൽക്കഹോൾ അധികം കുടിക്കില്ലെന്ന ഡ്യൂപ്ലിക്കേറ്റ് ഹേച്ചനെ അവൻ അറിയിക്കുന്നു. ഒരാഴ്ച താൻ ബിസിനസ് ട്രിപ്പിലായിരിക്കും, സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പും സോങ് നൽകുന്നു. പെയിൻറ്റിംഗ് ലേലം വിളിയിൽ ഹാങ്സിങ്ങും ഹേച്ചനും പങ്കെടുക്കുന്നു. തൻ്റെ കമ്പനിയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാനാണ് അവൾ അത് വാങ്ങാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഹേച്ചൻ അത് വാങ്ങുന്നു. ലേലം വിളിക്കുന്ന സ്റ്റേജിൽ നിന്ന് എല്ലാവരും പോയി, ഹേച്ചനും ഹാങ്സിങ്ങും ഒഴികെ. അവൻ അവൾക്ക് ആ പെയിൻറ്റിംഗ് നൽകാമെന്ന് പറയുന്നു. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആകില്ലല്ലോ ഈ സഹായം. അവനെ ഹേച്ചനാകാൻ സഹായിക്കണമെന്നായിരുന്നു നിബന്ധന. അതിന് ഹാങ്സിങ് സമ്മതിക്കാതെ വന്നപ്പോൾ ഹേച്ചൻ എവിടെയാണെന്ന് പറഞ്ഞു തരാമെന്ന് അവൻ പറയുന്നതിൽ അവൾ വീഴുന്നു. അവൻ അവൾക്ക് പെയിൻറ്റിങ്ങും നൽകുന്നു. മിസ്റ്റർ കാങ് ഹേച്ചനായി മാത്രമേ സഹകരിക്കൂ. ഹേച്ചൻ്റെ ഓഫീസിലെത്തി അവൾ അവനെ ഹേച്ചനാക്കാൻ പഠിപ്പിക്കുന്നു. വൈൻ കൊടുത്ത് അതിൻ്റെ ടേസ്റ്റുകൾ പഠിപ്പിക്കുന്നു. ശേഷം അവൾ അവനെ നിർബന്ധിച്ച് പിയാനോ വായിപ്പിക്കുന്നു. അതിനിടയിൽ അവൾ ഹേച്ചനെ കുറിച്ച് ചോദിക്കുന്നു. സോങ്ങിന് അവൾ അവനുമായി സമയം ചെലവഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. തിരികെ എത്തിയ സോങ് ഇതിൻ്റെ പേരിൽ ഹേച്ചനുമായി വഴക്കിടുന്നുണ്ട്. സിംഗ്ലാൻ ഗ്രൂപ്പ് നഷ്ടത്തിലായത് സോങ്ങിൻ്റെ പണിയാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിലെ സോങ്ങിൻ്റെ അടുത്ത് ഹാങ്സിങ് വരികയുള്ളൂ എന്നറിഞ്ഞുകൊണ്ടാണ് അവനിത് ചെയ്യുന്നത്. ഹേഷി ഗ്രൂപ്പ് സ്വന്തമാക്കാനാണ് സോങ് ശ്രമിക്കുന്നത്. മിസ്റ്റർ കാങ്ങിൻ്റെ താല്പര്യപ്രകാരമാണ് താൻ ഹാങ്സിങ്ങിനൊപ്പം പ്രവർത്തിക്കുന്നതെന്ന് ഹേച്ചൻ സോങ്ങിനെ അറിയിക്കുന്നു. ഇതെല്ലാം CCTV വഴി ഹാങ്സിങ് കാണുന്നുണ്ടായിരുന്നു. ഹേക്കാനെ ഒരു റിലേറ്റീവ് കൊണ്ടുപോയെന്ന വിവരവും അവൾ അറിയുന്നു. പിറ്റേന്ന് കോഫി ഷോപ്പിലെത്തിയ സോങ് ഹാങ്സിങ്ങിൻ്റെ മുഖത്ത് അമ്മ അടിച്ചുണ്ടായ പാട് കാണുമ്പോൾ അവളെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ കൊണ്ടുവരുന്നു. ഈ വിവരം ഹേച്ചനെയും അറിയിക്കുന്നു. എന്നാൽ പരസ്പരം മനസ്സിലാക്കിയിട്ട് മതി ഒന്നിച്ചൊരു ജീവിതമെന്ന് ഹാങ്സിങ് പറയുമ്പോൾ സോങ്ങും അതിന് സമ്മതിക്കുന്നു. ശേഷം ഇരുവരും കെട്ടിപ്പിടിക്കുമ്പോൾ അതിനിടയിൽ ഹേച്ചൻ ജോലിക്കാരും പറഞ്ഞത് തടയാൻ ശ്രമിച്ചെങ്കിലും സോങ് അതിനെതിരെ പ്രവർത്തിക്കുന്നു. ഹാങ്സിങ്ങിനെ മുറിയിലാക്കിയ ശേഷം സോങ് പോകുന്നു. അവളെ അമ്മ അടിച്ചിട്ടൊന്നുമില്ല. ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ റെക്കോർഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്വയം മേക്കപ്പ് ഇട്ട് അടിച്ച പാടുണ്ടാക്കി ആ വീട്ടിൽ കയറി പറ്റിയതാണ് അവൾ. ശേഷം ഒരു ഡെസേർട്ട് ഉണ്ടാക്കി അവൻ്റെ മുറി കാണാനെന്ന വണ്ണം അവിടേക്ക് പോയി ഇരുവരും സെൽഫി എടുക്കുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.